ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ് സംസാരിക്കുന്നത്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഞാനാണ് ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ എടുത്ത 111 കോടി ജനങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. മരണത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സൗരോർജ്ജ ഗോൾഡൻ സൺറൈസ് വാക്സിൻ റേസ്. ഉദാഹരണം ശ്രദ്ധിച്ച് നോക്കുക. ഇത് കണ്ട, ഈ സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന സോളാർ സൗരോർജ്ജ വാക്സിൻ റേസ് കണ്ടോ? ഇത് 21% ഓക്സിജൻ ഉൾപ്പെടെ നൽകുന്നത് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ്. ഞാനാണെങ്കിൽ ഈ സോളാർ സൗരോർജ്ജം നൽകിയാൽ മാത്രമേ ഈ കോവിഡ് വാക്സിനേഷൻ എടുത്ത 111 കോടി ജനങ്ങളെ 543 ലോക്സഭാ മണ്ഡലത്തിലും 245 രാജ്യസഭാ മണ്ഡലത്തിലും 4127 MLA-മാരുടെ മണ്ഡലത്തിലും, പിന്നെ അതുകൂടാതെ ഇപ്പം എന്താ പറയുക, ഇന്ത്യയിൽ മാത്രം ഒരു ദിവസം 2022 65,000 പേരാണ് കോവിഡ് വാക്സിനേഷൻ എടുത്ത് മരിച്ചത്. കൊച്ചു കേരളത്തിൽ മാത്രം 999 ശരാശരി കണക്ക്. അതായത് 2022 മാത്രം ഏകദേശം 3,60,65,000 പേര് കോവിഡ് വാക്സിനേഷൻ എടുത്തൊരു 1 വയസ്സ് മുതൽ 99 വയസ്സിലുള്ളത് മരണപ്പെട്ട്. 2025 കണക്കെടുക്കുകയാണെങ്കിൽ ശരാശരി ഒരു ദിവസം 2,400 മുതൽ 2,500 മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏകദേശം 85,000 മുതൽ 1,00,000 പേരാണ്. ഓക്കെ, ഇന്ത്യയിൽ ഒരു ദിവസം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം 1,00,000-ഓളമാണ്. ലോകത്തിൽ കുട്ടികൾ ജനിക്കുന്ന ഒരു ദിവസത്തെ എണ്ണം ഏകദേശം 5,00,000-ഓളമാണ്. ഓക്കെ, അപ്പോൾ ഈ സോളാർ സൗരോർജ്ജ വാക്സിൻ റേസ്, അതായത് ഞാൻ നേരിട്ട് നൽകുന്ന സോളാർ സൗരോർജ്ജ വാക്സിൻ റേസ് ആണ് ജനങ്ങളെ. ഇപ്പോൾ ഇതിനകത്ത് 4 കളർ റേസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ 4 റേസിൽ നീല, മഞ്ഞ, പച്ച, ചുവപ്പ് എല്ലാം കൂടെ ഉള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് അവരുടെ വായു വഴി, ഓക്സിജൻ വഴി ഞാൻ നേരിട്ടാണ് സൂര്യനിൽ നിന്ന് നേരിട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിലേ ജനങ്ങൾക്ക് ആയുസ്സുള്ളൂ.